ജീവനക്കാരുടെ അധ്വാന ഭാരത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം മിസ്റ്റർ. 3 ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തവനാണ് ഞാൻ. അത് ബോംബെയിൽ. ഇവിടെ നടക്കില്ല. ചില യൂണിയന്റെ വൈറ്റ് കോളർ നേതാക്കന്മാർ സമ്മതിക്കില്ലെന്ന് പറയും. മാനേജർ, സംയുക്ത സമരസമിതികളുടെ പ്രതിനിധികളാണ് ഞങ്ങൾ, പ്രത്യേക യൂണിയന്റെ അല്ല. ഇവിടത്തെ കൂലിക്കാരോട് പെരുമാറുന്ന തരത്തിൽ ഞങ്ങളോട് സംസാരിക്കരുത്. ഒരു അഡ്വക്കേറ്റിനെ ഞാൻ കൂലിക്കാരനായി കാണില്ല. നിങ്ങൾക്കത് കുറച്ചിലാണെന്ന് എനിക്കറിയാം. തൊഴിലാളികളുടെ യൂണിയൻ നേതാവാകുന്നതാണ് ക്രെഡിറ്റ്. കേസില്ല വക്കീലന്മാരിൽ ചിലർ ഈ പദവി സ്വീകരിക്കുന്നത് തൊഴിലാളിയെ സേവിക്കാനോ? അതിനെ എനിക്ക് സംശയമുള്ളൂ. നിങ്ങൾ മര്യാദ വിട്ട് സംസാരിക്കരുത്. ഒരു സത്യം പറയുകയായിരുന്നു. പാവപ്പെട്ട ജീവനക്കാരെ വിൽപ്പന ചരക്കാക്കി ബാങ്കും ബംഗ്ലാവും ട്രാൻസ്പോർട്ട് ബിസിനസ്സും ഒക്കെ സമ്പാദിച്ച നിങ്ങളെപ്പോലുള്ളവർക്ക് ട്രേഡ് യൂണിയനിസം ഒരു കച്ചവടമാണ്. അനാവശ്യം പറയരുത്. ഞാൻ സമ്പാദിച്ചെങ്കിൽ അതെന്റെ അധ്വാനം കൊണ്ടാണ്. പക്ഷെ നമ്പ്യാർ, നിങ്ങളുടെ അധ്വാനത്തിന്റെ ചില രേഖകൾ ഇവിടെ കാണും. നിങ്ങൾ സമ്പാദിച്ച വിധം, ആയിരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്തുകൾ, വൗച്ചർ സ്ലിപ്പുകൾ. മറ്റ് യൂണിയൻ നേതാക്കളും ഒട്ടും മോശമല്ല. കാണിക്കാം. വേണ്ട. ഇത്രയും സമയം നിങ്ങളുടെ അധിക്ഷേപം കേട്ടുപറയുന്നത് ഈ പണിമുടക്ക് ഒഴിവാക്കാൻ അവസാന നിമിഷമെങ്കിൽ നിങ്ങൾ തയ്യാറാകുമെന്ന് അറിയാനാണ്. അല്ല, ഭീഷണിപ്പെടുത്തി കാര്യം നേടാൻ, മാനേജ്മെന്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ. അതിനിവിടെ ആരും വഴങ്ങില്ല. തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കാൻ അവരെ പിഴിഞ്ഞ് പണം സമ്പാദിച്ച നിങ്ങളെ പോലുള്ളവർ ഇങ്ങോട്ട് വരരുത്. ഇറങ്ങിപ്പോണം.